Hello, my dear students. Welcome back to another session of the Canterbury School of English. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷനിലെ ഫിഫ്ത്ത് മൊഡ്യൂളിൽ നിന്നുള്ള ബ്ലൈൻഡ് മാൻ ആൻഡ് ദ അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന സ്റ്റോറിയാണ്. അന്നേരം ഇറ്റ് ഈസ് കൺസിഡേർഡ് as വൺ ഓഫ് ദ ഷോർട്ട് ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് ഫോർ കിഡ്സ്. അന്നേരം ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസി സ്ട്രീറ്റ് കോർണറിൽ അതിൻ്റെ ഫുട്പാത്തിലായിട്ട് ഒരു ഓൾഡ് ബെഗ് ചെയ്യാനായിട്ടിരിക്കാൻ അയാൾ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര റഷ് ആയിട്ടുള്ള ടൈമാണ്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അയാളുടെ ഫ്രണ്ടിൽ ഒരു കബോർഡിൽ ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ടിൻ കപ്പ് വെച്ചിട്ടുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ടും ആരും തന്നെ ആ ടിൻ കപ്പിലേക്ക് പൈസ ഇട്ടില്ല. സോ ഇയാൾ എവിടെ ഇരുന്ന് ഈ പറയുന്ന പോലെ ബെഗ് ചെയ്യുന്നത് ആരും കണ്ടു? അവിടേക്ക് വന്ന ഒരു യങ് അഡ്വർടൈസർ കണ്ടു. ഓക്കെ, അവർക്ക് അയാളോട് ഭയങ്കര കഷ്ടം തോന്നി, പാവമാണെന്ന് തോന്നിയിട്ട് അവരവിടെ ചെന്നിട്ട് ഈ ബ്ലൈൻഡ് മാൻ്റെ കാർഡ്ബോർഡ് ബോക്സ് അല്ല കാർഡ്ബോർഡ് പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മറ്റൊന്ന് അവർ എഴുതി വെച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ടിൻ ക്യാനിലേക്ക് പടപടാന്ന് പൈസ വന്ന് വീണുകൊണ്ടേയിരുന്നു. ഈ പറയുന്ന മനുഷ്യന് തനിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് ആൾക്കാർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണമെന്ന് അയാൾ ചിന്തിച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ടിൻ കപ്പ് നിറഞ്ഞൊഴുകി. അയാൾ അടുത്തുനിന്ന് ആളോട് ചോദിച്ചു, എൻ്റെ ഈ കാർഡ്ബോർഡ് ഒന്ന് വായിച്ചു തരുമോ? ക്യാൻ യു റീഡ് ദിസ് സൈൻ ബോർഡ് ഫോർ മീ? ഓക്കെ, ആ സ്ട്രേഞ്ചർ വളരെ നല്ല മനുഷ്യനായിരുന്നു. അയാൾ ആ സൈൻ ബോർഡ് എടുത്തിട്ട് വായിച്ചു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, യു ക്യാൻ സീ ഇറ്റ്, ഐ കൻ നോട്ട്. ഇല്ലേ, ആ വ്യക്തി നമ്മുടെ ബെഗറിന്റെ സൈൻ ബോർഡിൽ ആദ്യം എഴുതിയിരുന്നത് ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ് എന്നായിരുന്നു. അത് യാതൊരു തരത്തിലും ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന ഒന്നല്ലായിരുന്നു. കാരണം അത് എല്ലാവരും അവർ കാണുന്നതും കേൾക്കുന്നതാണ്. ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ്. പക്ഷേ ഇപ്പൊ നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആ അഡ്വർടൈസർ അയാള് ഈ പറയുന്ന ബിഗറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവരിതൊന്ന് മാറ്റി എഴുതിയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, യു ക്യാൻ സീ ഇറ്റ്, ഐ കനോട്ട്. അല്ലേ, വളരെ മനോഹരമായ ദിവസമാണ്, നിങ്ങൾക്ക് ഈ മനോഹരമായ ദിവസത്തെ ആസ്വദിക്കാൻ സാധിക്കുന്നു, എനിക്കതിന് സാധിക്കുന്നില്ല. പറയാതെ പറയുകയാണ്, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. സോ ഇത് പറയുന്ന ഒരു ചെറിയൊരു അനക്ഡോട്ടൽ സ്റ്റോറിയാണ് നമ്മളുടെ ദ ബ്ലൈൻഡ് മാൻ ആൻഡ് ദ അഡ്വർടൈസർ. പക്ഷേ നമുക്ക് നോക്കേണ്ടത് എന്താണ്? നമ്മളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഈ പറഞ്ഞിട്ടുള്ള സ്റ്റോറിയുടെ പ്രാധാന്യം എന്താണ്? ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് ഈ ഒരു ലെസൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ട് കോട്സുകൾ ഇതിലെടുക്കാം. ഫസ്റ്റ് സൈൻ ബോർഡിൽ കണ്ട വേർഡ് എന്താണ്? ബ്ലൈൻഡ് പ്ലീസ് ഹെൽപ്പ്. സെക്കൻഡ് സൈൻ ബോർഡിൽ കണ്ട വേർഡ് എന്താണ്? ആ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, ആ, യു ക്യാൻ സീ ഇറ്റ്, ഐ കനോട്ട്. ഇല്ലേ, പക്ഷെ രണ്ടിൽ ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യത്തെ സിറ്റുവേഷനിൽ ആൾക്കാർ അത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് ആൾക്കാരുടെ അറ്റൻഷൻ അതിൻ്റെ അകത്തേക്ക് സീക്ക് ചെയ്യാൻ സാധിച്ചു. ദറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ദ പവർ ഓഫ് വേർഡ്സ്. ഇല്ലേ, എന്നിട്ട് നമുക്ക് നോക്കേണ്ടത് ഹൗ ദ ബ്ലൈൻഡ് മാൻ ആൻഡ് ദ അഡ്വർടൈസിംഗ് സ്റ്റോറി ടീച്ചേഴ്സ് ലെസൺസ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. സോ ഇറ്റ് റിലേറ്റ്സ് ടു ദ പവർ ഓഫ് വേർഡ്സ്. ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ഈ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് വേർഡ്സിന്റെ പവറിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളുടെ ഓഡിയൻസിനെ നമ്മൾ മനസ്സിലാക്കണം. നോ യുവർ ഓഡിയൻസ് ആൻഡ് മേക്ക് അവർ റൈറ്റിംഗ് സിമ്പിൾ, കീപ് ഇറ്റ് സിമ്പിൾ, ബി ഓൾവേസ് ക്രിയേറ്റീവ് ആൻഡ് ഓൾവേസ് ടെൽ സംതിങ് ലൈക്ക് എ സ്റ്റോറി. സോ ഈ 5 പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. സോ ഫസ്റ്റ് ഈസ് പവർ ഓഫ് വേർഡ്സ്. Power of words means the way you say something can make all the difference. Choosing the right words grabs attention and make an impact. ഇല്ലേ, നമ്മളൊരു കാര്യം എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാളുപരി അത് എങ്ങനെ പറയുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. Choosing the right words and grab attention of the audience to create a great impact. And next one is know your audience. അല്ലേ, അന്നേരം നമ്മളുടെ ഓഡിയൻസിനെ നമ്മൾ അറിയണം. A message that connects emotionally with the people is more effective. അല്ലേ, ഇപ്പം നമ്മളൊരു കാര്യത്തിന് ഒബ്ജക്റ്റീവായിട്ട് യൂണിവേഴ്സലായിട്ട് പറയുന്നതിനേക്കാൾ ഉപരി അതിന് അവരുടെ മനസ്സിൽ കൊള്ളുന്ന വിധം പറയണം. അല്ലേ, അവർക്ക് ഇമോഷണലി അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഓഡിയൻസിനോട് നമ്മളോട് ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഓഡിയൻസിന് ആ പറഞ്ഞ ബെഗറിനോട് ഒരു എമ്പതി ക്രിയേറ്റ് ചെയ്തത് അവർ അദ്ദേഹത്തിനെ സഹായിച്ചത് നമുക്ക് ആ ഒരു മെസ്സേജ് കണ്ട വാക്കുകളിലൂടെയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ, യു ക്യാൻ സീ ഇറ്റ്,
I cannot. അവർക്ക് അതിലൂടെ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടി. Then keep it simple. Always makes your words simple, precise, and clear. Don't use any kind of a complicated words. Don't confuse your audience. And the next one is creative. Thinking outside the box makes your message stands out. Creativity helps you to get noticed. നമ്മൾ ബിസിനസ്സിലാകുമ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും സാധാരണ എഴുതുന്ന പോലെ എഴുതാതെ ഒരു ഔട്ട്സൈഡ് ബോക്സിൽ ചിന്തിക്കാം. ഔട്ട്സൈഡ് ബോക്സ് എന്ന് വെച്ചാൽ ബോക്സിന് പുറത്തെന്നല്ല അർത്ഥം. തിങ്ക് സംതിങ് ഡിഫറെൻ്റ്ലി എന്നുള്ള രീതിയിലാണ്. തിങ്ക് സംതിങ് ഡിഫറെൻ്റ്ലി. സോ നമ്മൾ എന്ത് കാര്യവും ഒരു ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യുക. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് തിങ്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ക്രിയേറ്റിവിറ്റി ആൾക്കാർ നോട്ടീസ് ചെയ്യത്തുള്ളൂ. വ്യത്യസ്തമായിട്ടുള്ളതിൽ ആൾക്കാർ അട്രാക്റ്റ് ചെയ്യപ്പെടുകയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ടെൽ എ സ്റ്റോറി. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കഥയായി ആൾക്കാരുടെ മനസ്സിലേക്ക് അത് എത്തിക്കാൻ ശ്രമിക്കണം. സോ connect some kind of stories, visual descriptions stick in people's mind. They make your message memorable and relatable. ചില ആൾക്കാർ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർക്ക് പറയേണ്ട കാര്യം അവർ പറയുകയും ചെയ്യും. ബട്ട് അറ്റ് ദ സെയിം മൊമെന്റിൽ പറയേണ്ട കാര്യത്തിന് അവരുടെ അവർ കേട്ടയോ കണ്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതുമായോ ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിട്ടോ എനിക്ക് അവരിങ്ങനെ കണക്ട് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് അവതരിപ്പിക്കും. പിന്നീട് നമുക്കത് ഒരിക്കലും മറന്നു പോകത്തില്ല. സോ ദാറ്റ് ഇസ് ദ വേ ഓഫ് ടെൽ എ സ്റ്റോറി. സോ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ടാക്ടിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. Power of words, know your audience better, connect with it emotionally, keep your messages simple, clear, precise, and direct. Don't confuse your audience. Always think out of box because your audience must notice your message while it is only creative. Then next one is tell anything just like a story or visual description that create in the mind of your audience. That kind of messages create a kind of memorable and relatable moments in the mind of the reader. So these lessons reminds us that communication in business needs to be thoughtful, clear and engaging. So നമ്മൾ ഈ പഠിച്ച ഈ ഒരു ബ്ലൈൻഡ് മാൻ ആൻഡ് അഡ്വർടൈസിംഗ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ ആ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എത്രമാത്രം തോട്ട്ഫുൾ ആയിരിക്കണം, എത്രമാത്രം ക്ലിയർ ആയിരിക്കണം, എത്രമാത്രം എൻഗേജിങ് ആയിരിക്കണം, എത്രമാത്രം ക്രിയേറ്റീവ് ആയിരിക്കണം, അത്രമാത്രം നമുക്ക് ബിസിനസ്സിൽ ഒരുപാട് സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അന്നേരം ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ബൈ.